ഇന്നലെ നമ്മൾ കണ്ടത് മോശ വഴി ന്യായപ്രമാണവും ജീസസ് വഴി ആത്മപ്രമാണവും, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു എക്സ്പ്ലനേഷൻ ഇന്ന് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കിന്ന് ബൈബിളിനകത്തുള്ള കുറച്ച് പോർഷൻസിനെ ബേസ് ചെയ്ത് അതൊന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയറാവും, ക്ലാരിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം എടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14 തൊട്ട് 25 വരെ നമുക്ക് വായിച്ചിട്ട് അതിനകത്തുള്ള ആശയം നമുക്കൊന്ന് നോക്കാം. 14 തൊട്ട് 25 വരെ. അപ്പോൾ അവിടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. 14-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 14-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, പക്ഷേ ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് താഴോട്ട് വായിക്കാം. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ, അതായത് ജഡമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഞാനുണ്ട്. ആ ഞാൻ നോക്കുന്ന സമയത്ത് നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. സോ ഇതാണ്, ഈ ഒരു കാര്യം കൊണ്ടാണ് ദൈവം നന്മയും തിന്മയും നിനക്ക് വേണ്ട എന്ന് പറയാൻ കാരണം നന്മ അറിയുമ്പോൾ എനിക്ക് നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹവും തിന്മ എനിക്ക് വേണ്ട എന്നുള്ള ആഗ്രഹവും ഉണ്ടെങ്കിലും, ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യാനും എനിക്ക് പറ്റത്തില്ല, തിന്മ ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ ജഡത്തിന്, അതായത് സ്പിരിറ്റ് ഇല്ലാത്ത മനുഷ്യൻ്റെ പ്രകൃതത്തിനകത്ത്, ഏത് സ്പിരിറ്റ്? ദൈവത്തിൻ്റെ സ്പിരിറ്റ് ആക്റ്റീവ് അല്ലാത്ത ഒരു മാനുഷിക പ്രകൃതമാണ് ജഡപ്രകൃതം. ഈ ജഡപ്രകൃതത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന നന്മയും ചെയ്യാൻ പറ്റില്ല, ദൈവം പറഞ്ഞിരിക്കുന്ന തിന്മ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. സോ ഈ ഒരു അവസ്ഥയിലാണ് ഒരു ജഡപ്രകൃതമുള്ള മനുഷ്യൻ്റെ നേച്ചർ, അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സ്പിരിച്വൽ മാൻ, ദൈവം നമ്മിൽ വെച്ചിരിക്കുന്ന പ്യൂറായിട്ടുള്ള മാൻ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ചെയ്യണം, അതുപോലെ അനുഷ്ഠിക്കണം, ദൈവത്തിന് പ്ലേസിംഗ് ആയിട്ട് നടക്കണം, അങ്ങനെ പല രീതിയിൽ ആ ഞാൻ ഇങ്ങനെ ന്യായപ്രമാണത്തിനകത്ത് രസിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള നിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴും പള്ളിയിൽ പോകുമ്പോഴും അച്ഛൻ സംസാരിക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും പാവമില്ലാത്തൊരു ജീവിതം വേണം, എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലുള്ളൊരു ജീവിതം വേണം, അതിയായ ആഗ്രഹം ഹൃദയത്തിൽ കാണും. പക്ഷേ ഓരോ ദിവസവും നമ്മൾ മിസറബിളി ഫെയിലാവും. എന്തുകൊണ്ട് ഫെയിലാകുന്നു? ഞാൻ ആഗ്രഹിച്ചത് നന്മ ചെയ്ത് ജീവിക്കാനല്ലേ, ഞാൻ ആഗ്രഹിച്ചത് തിന്മ ചെയ്യാതെ ജീവിക്കാനല്ലേ, പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഫെയിലാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു പാസേജ്, ഈ ജഡപ്രകൃതമുള്ള ശരീരത്തിനകത്ത് പാപം ചെയ്യാനായിട്ടുള്ളൊരു വാഞ്ചയുണ്ട്, തെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വാഞ്ചയുണ്ട്, നന്മ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പ്രകൃതമുണ്ട്. അത് ഈ ജഡപ്രകൃതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പൗലൂസും പറയുവാണ്, പൗലൂസിന് അനോയിൻറ്റിങ് കിട്ടി, പൗലൂസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്, വളരെ തീഷ്ണമായിട്ട് ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു വ്യക്തി പോലും
നമ്മുടെ ഇന്നത്തെ കോൺടെക്സ്റ്റിൽ പറഞ്ഞാൽ വിശുദ്ധിയും വേർപാടുമൊക്കെ അനുവർത്തിച്ച് വരുന്ന ഒരു പെന്തിക്കോസൽ ടച്ചിലുള്ള ഒരു മിനിസ്ട്രിയാണ് ഇപ്പോൾ പൗലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു മിനിസ്ട്രി ചെയ്യുമ്പോഴും പൗലൂസിൻ്റെ ജീവിതത്തിനകത്ത്, പൗലൂസാണല്ലോ ഇത് എഴുതുന്നത്, പൗലൂസിൻ്റെ ജീവിതത്തിനകത്ത് പൗലൂസ് പറയുവാണ്, ഇത്രയും ശക്തനായ വ്യക്തിയായിട്ട് പോലും പൗലൂസ് പറയാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം എപ്പോഴൊക്കെയാണോ ജഡപ്രകൃതത്തിൽ നിൽക്കുന്നത്, ആത്മാവിനെ മാറ്റി നിർത്തി ജഡപ്രകൃതത്തിൽ എപ്പോഴൊക്കെ നിൽക്കുമോ അപ്പോഴെല്ലാം ഈ പ്രശ്നമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനിയായിരിക്കാം, സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കാം, രക്ഷയും സ്നാനമൊക്കെ കിട്ടിയെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം, വളരെ തീഷ്ണതയോടുകൂടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിയാകാം. പക്ഷെ പലപ്പോഴും പലരുടെയും പേഴ്സണൽ ലൈഫിനെ ഒന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ അവർ പറയും, പറ്റുന്നില്ല ബ്രദർ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് ആ ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല, ഞാൻ വീണു പോകുന്നുണ്ട്, ചില ബലഹീനതകൾ എനിക്കുണ്ട്, ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ഞാൻ വീണു പോവുക. സോ ഇത് ഏത് പ്രകൃതത്തിൽ നിൽക്കുമ്പോഴാണ്? ജഡപ്രകൃതത്തിൽ നിൽക്കുമ്പോഴാണ്, ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഈ കുഴപ്പം. അങ്ങനെയുള്ള മനുഷ്യർക്ക്, അങ്ങനെയുള്ള പ്രകൃതത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക്, ജഡപ്രകൃതത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഈ വിഷയം ഉണ്ട്. അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഉണ്ട്, പെന്തിക്കോസുകാരനാണെങ്കിലും ഉണ്ട്, ആർസിക്കാരനാണെങ്കിലും ഉണ്ട്, ഹിന്ദു ആണെങ്കിലും ഉണ്ട്, ഇസ്ലാം ആണെങ്കിലും ഉണ്ട്, ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ജഡപ്രകൃതത്തിൽ ഈ കുഴപ്പമുണ്ട്. അത് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞോ, മുങ്ങി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞോ, രക്ഷയും അതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും ഒന്നും ഒരു കാര്യമില്ല, എല്ലാവരിലും ഈ പ്രശ്നമുണ്ട്. ഓക്കെ, സോ ന്യായപ്രമാണത്തെ നമുക്ക് അനുഷ്ഠിച്ച് ജീവിക്കാനായിട്ട് ജഡപ്രകൃതത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ ആ 7-ാം അധ്യായത്തിൽ തന്നെ നാം മുകളിലോട്ട് വായിക്കുമ്പം, ആ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിനിപ്പോൾ ഫലം കായ്ക്കുന്നില്ല. ഏതിൽ നിൽക്കുമ്പോൾ? ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ഫലം കായ്ക്കാൻ പറ്റില്ല. ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് വേണമെന്ന് അവിടെ പറയുന്നത്? മരിച്ചുയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് നമ്മളാകണം എന്ന് പറയുമ്പോൾ ആ മറ്റൊരു വ്യക്തിയുടെ ആശയത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിലേക്ക് നമ്മൾ മാറണം. അദ്ദേഹം പറയുന്ന ആദർശവും ആശയവും ആത്മാവിൻ്റെ ജീവിതശൈലിയാണ്. അപ്പോൾ യേശുക്രിസ്തുവിലേക്ക് ആകുക എന്ന് പറഞ്ഞാൽ, ജീസസ് ഇപ്പോൾ ശരീരത്തിലില്ലല്ലോ, ശിഷ്യന്മാർ നടന്നതുപോലെ നമുക്ക് യേശുവുമായിട്ട് ചേർന്ന് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ വ്യക്തിയിലേക്ക് ആകുക എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തങ്ങളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിലേക്ക്, അദ്ദേഹം കാണിച്ചു തന്ന മാതൃകയിലേക്ക് നമ്മൾ തിരിഞ്ഞു വരണമെന്ന്. അങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു വ്യക്തിക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ എന്ത് ഫലമാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്? ജഡത്തിലായിരുന്നപ്പോൾ നാം ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകും. അപ്പോൾ ജഡത്തിലായിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് എന്ത് ഫലമേ കിട്ടത്തുള്ളൂ? മരണകരമായ ഫലങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ടല്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്ന് മാറി ജീസസ് ക്രൈസ്റ്റ് പറയുന്ന ആശയങ്ങളിലേക്ക്, ആദർശങ്ങളിലേക്ക് നമ്മൾ വരണം. അതാണ് 7-ാം അധ്യായത്തിനകത്ത് പൗലൂസ് ഊന്നൽ കൊടുത്ത് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് അവസാനം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനാ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന? എന്തിനാ? അത് എന്താണെന്നുള്ളത് 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്? നമുക്ക് 8-ാം അധ്യായത്തിനകത്ത് ആ ഒരു കാര്യം കൂടെ ചെറുതായിട്ട് നോക്കാം. കാരണം ഇതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ആ ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത്, ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിനകത്തുണ്ട്. സോ ഞാൻ ഇതെല്ലാം ഒന്ന് സൂചിപ്പിച്ച് വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ട്രെയിനിങ് പ്രോഗ്രാമിനകത്തേക്ക് നിങ്ങൾ ഇനി ആ 21 ദിവസം 22 ദിവസം നിങ്ങൾ എൻ്റെ ഹെൽപ്പില്ലാതെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ ഇടുന്നത്. ഓക്കെ, 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിട്ടിരുന്നുണ്ട്. റോമർ 8-6 മുതൽ, ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. നമ്മളിപ്പോൾ അത് ഇപ്പുറത്ത് കണ്ടതേ ഉള്ളൂ ഇല്ലേ? മരണകരമായ ഫലങ്ങളാണ് ന്യായപ്രമാണ സംബന്ധമായി എന്നിലിപ്പോൾ ഉളവായിക്കൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായം അത് സമർത്ഥിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം തന്നെയാണ്. പക്ഷെ ആത്മാവിൻ്റെ ചിന്തയാണ് ജീവനും സമാധാനവും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ജീവൻ, ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവികമായ ആട്രിബ്യൂട്ട്സ് നമ്മിൽ ഉളവായി വരണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ ആത്മാവിൻ്റെ ചിന്തയിലേക്ക് പോകണം. ജഡചിന്ത, ജഡപ്രകൃതത്തിനകത്ത് നമ്മൾ മാറണം. ഇത് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം, ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ സുഖമാണ്, അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. നോ 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 ഒരിക്കലുമല്ല. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ശരീരത്തിലിരുന്ന് തന്നെ ആത്മാവിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ച് മാതൃകയായി നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെയാണ് ഇത് അനുവർത്തിക്കേണ്ടത്. ശരീരമല്ല ജഡം. പലരും പഠിപ്പിക്കുന്നത് ശരീരമാണ് ജഡമെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ജഡമെന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിക്കാത്ത പ്രകൃതം, ആത്മാവില്ലാത്ത പ്രകൃതം, അതാണ് ജഡപ്രകൃതം. അപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ജഡപ്രകൃതത്തിലും നമുക്ക് ജീവിക്കാം, ആത്മപ്രകൃതത്തിലും ജീവിക്കാം. ശരീരത്തിലിരിക്കുമ്പോൾ ആത്മാവില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ അത് ജഡപ്രകൃതവും, ശരീരത്തിലിരിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആത്മപ്രമാണവുമാകും. അപ്പോൾ ഇനി എന്താ, താഴോട്ട് നോക്കിയേ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ജഡചിന്തയിലിരിക്കുന്ന, ജഡപ്രകൃതത്തിലിരിക്കുന്ന, ഈ ജഡത്തിലിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കും എന്ന് പറയുന്ന വ്യക്തി ദൈവത്തോട് ശത്രുത്വമാണ്. ഒരിക്കലും അത് സാധിക്കില്ല എന്ന് വ്യക്തതയോടുകൂടെ 7-ാം വാക്യത്തിൽ പറയുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല എന്ന് വ്യക്തതയോടുകൂടെ 8-ാം വാക്യം പറയുന്നു. ഇനി അടുത്ത് പറയുക, ശരിക്കും നിങ്ങൾ ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടി, ആത്മാഭിഷേകം കിട്ടി, ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ, അതൊരു എന്താണ്, ഒരു പ്രോബബിലിറ്റിയാണ്, ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ഇനിയുള്ള കാര്യം നിങ്ങളിൽ പ്രാബല്യത്തിൽ വരും. അപ്പം നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അപ്പോൾ ചോദ്യം നിങ്ങളോടാണ്, അനോയിൻറ്റിങ് ഉള്ള വ്യക്തിയാണോ നിങ്ങൾ? ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയാണോ നിങ്ങൾ? ശരിക്കും ആത്മാവിൻ്റെ ജീവിതശൈലി, ആ ഒരു കൾച്ചറിലേക്ക് കടന്നു വന്നവരാണോ നിങ്ങൾ? അങ്ങനെ വന്നവരാണ് നിങ്ങളെങ്കിൽ എന്താ പറയുന്നത്? നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. അപ്പോൾ നമുക്കിനി എന്താ വേണ്ടേ? ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ ആക്റ്റീവാകണം. ആ ആത്മപ്രമാണത്തിലേക്ക് നമ്മൾ വരണം. സോ ഈ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് നിങ്ങളിൽ സംഭവിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ? ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടണം. നിങ്ങളിൽ അത് ആക്റ്റീവായി വരണം. ഇനി അടുത്തെന്താ? 10-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളിന്ന് ഫോട്ടോയിൽ കാണുന്ന താടിയും തീശയൊക്കെ വെച്ച് മുടിയൊക്കെ വളർത്തി നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്ന, ഇതെങ്ങനെ കൈയൊക്കെ വെച്ചിരിക്കുന്ന വ്യക്തിയല്ല ക്രിസ്തു. ക്രിസ്തു എന്ന് പറയുന്നത് സ്പിരിറ്റാണ്. ആ ഒരു സ്പിരിറ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിനെ നമുക്ക് പരിശുദ്ധാത്മാവെന്ന് പറയാം, ക്രിസ്തു അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് പറയാം, ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയാം, പുത്രൻ്റെ ആത്മാവെന്ന് പറയാം. പല പേരുകളിൽ ബൈബിൾ അതിനെ കോട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും, അപ്പോൾ നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായി നോക്കുമ്പോൾ മരണത്തിന് യോഗ്യമായ ഫലം കാച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരീരം ആ പാപനിമിത്തം മരിക്കേണ്ടതാണ്. എങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പോൾ ആ ജീവൻ വ്യാപരിക്കുന്നത് ശരീരത്തിലല്ല, ആ ജീവൻ വ്യാപരിക്കുന്നത് ആത്മാവിലാണ്. ആത്മാവിൽ ജീവൻ വ്യാപരിക്കുമ്പോൾ ശരീരത്തിലിരിക്കുന്ന നമുക്ക് ആ ദൈവ ചൈതന്യത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ ജഡപ്രകൃതം മാറും. സോ അങ്ങനെ ആ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട് എങ്കിൽ, അടുത്ത വാക്യം ഇതാണ്. യേശുവിനെ, ഈ വാക്കിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അവിടെ ഓരോ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. നോക്കിക്കേ, ചിലയിടത്ത് യേശുവിനെ എന്ന് പറയുന്നു, ചിലയിടത്ത് ക്രിസ്തുവിനെ എന്ന് പറയുന്നു, ചിലയിടത്ത് യേശു ക്രിസ്തുവിനെ എന്ന് പറയുന്നു, ചിലയിടത്ത് ക്രിസ്തേശുവിനെ എന്ന് പറയുന്നു. ഈ ഓരോ വാക്കുകൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അർത്ഥം മനസ്സിലാകാനായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. അപ്പോൾ അജീവനാന്തം പിണറായി വിജയൻ അല്ല ആ പൊസിഷനിൽ ഇരിക്കാൻ പോകുന്നത്.
ഓരോ 5 വർഷം കഴിയുമ്പോഴും ആ പൊസിഷനിലിരിക്കേണ്ട ആൾ മാറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. ആ പൊസിഷനിലേക്ക് വന്ന് ഇരിക്കാനായിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും 5 വർഷത്തിലൊരിക്കൽ വരും. അപ്പോൾ ഇപ്പോൾ അതിനകത്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന കസേരയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ ഡിനോട്ട് ചെയ്യുന്നു? പിണറായി വിജയനെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കോണ്ടസ്റ്റിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു 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 കോമ്പിനേഷനിലായിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയ്ക്കകത്ത് പിണറായി വിജയൻ ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോയിൻ്റ് ചെയ്യുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി പോയിൻ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. കാരണം ആ പൊസിഷനിൽ ഇപ്പോൾ അദ്ദേഹമായിരിക്കുന്നത്. പക്ഷേ ഈ ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അവിടെ മറ്റൊരു വ്യക്തി വരുമ്പോൾ പിന്നെ പിണറായി വിജയൻ എന്ന് പറയുമ്പം ഈ പൊസിഷനിലേക്ക് നമുക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആൾ മാറി. സോ എന്ന് പറഞ്ഞതുപോലെയാണ് യേശു എന്ന് പറയുന്ന വ്യക്തി അതൊരു ഭൗമതലത്തിലുള്ള ഒരു മാനുഷിക തലത്തിലുള്ള ഒരു വ്യക്തിയാണ് ജീസസ്. ആ ജീസസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്പിരിറ്റുമായിട്ട് കമ്പൈൻഡ് ആകാൻ പറ്റും. അപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായ ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ എപ്പോഴും സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു പൊസിഷനാണ് ക്രൈസ്റ്റ്. ആ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ആദ്യം വന്ന് കണക്റ്റ് ആയത് ജീസസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നിട്ട് എങ്ങനെയാണ് ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് ജീവിക്കേണ്ടതെന്ന് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിൽ വന്ന് ജീസസ് കണക്റ്റ് ആയതിനു ശേഷം 3.5 വർഷം കാണിച്ചു തന്നു. എന്നിട്ട് പറയുവാണ് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഈ 12 പേർക്കും വരാം. ആ 12 പേരെയും അതിനകത്തേക്ക് കണക്ട് ചെയ്ത് അവർ ജീവിച്ച കാര്യമാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അതേ പൊസിഷനിലേക്ക് പൗലൂസിനെയും കൊണ്ട് കണക്ട് ചെയ്തു. അപ്പോൾ പൗലൂസും കാണിച്ചു തന്നു ഈ പൊസിഷനിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. എന്നിട്ട് അതേ പൗലൂസ് പറയുവാണ് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ്റെ വിത്ത്, ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇട്ടിട്ടുണ്ട് ദൈവം. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിലൊക്കെ പറയുന്നത്. ഈ മർമ്മം പലർക്കും അറിയത്തില്ലായിരുന്നു. ആ മർമ്മം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഏതവസ്ഥയിൽ? ഇനാക്റ്റീവായ അവസ്ഥയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിയല്ലോ, ആ ശൈശവദശയിലിരിക്കുമ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമൊക്കെ ഇനാക്റ്റീവായിട്ടിരിക്കും. പക്ഷെ ഒരു കൗമാരപ്രായമൊക്കെ എത്തുമ്പോൾ ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആക്റ്റീവാകും. ഒരു 25 വയസ്സൊക്കെ കഴിയുമ്പോൾ ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തുകൂടെ റിസൾട്ടുകൾ വന്നു തുടങ്ങും. സോ സെയിം വേ ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ശൈശവദശയിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലിരിപ്പുണ്ട്. പക്ഷേ ദൈവം നിശ്ചയിക്കുന്ന അവധിയിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് എടുക്കണം. അതിന് ദൈവം ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യും. ആ വ്യക്തി ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ കഴിയുമ്പോൾ ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു അഭിഷേകത്തിലൂടെ, ആ ഒരു ദൈവത്തിൻ്റെ അനോയിൻറ്റിങ്ങിലൂടെ ചില റിസൾട്ടുകൾ നമ്മളുണ്ടാകണം. സോ ഈ 2 കാര്യവും, ഈ ആക്ടിവേഷനും റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യവുമാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ 11-ാമത്തെ വാക്യം ഒന്നുകൂടെ വിശദമായിട്ട് നോക്കാം. യേശുവിനെ, അതായത് മനുഷ്യനായ യേശുവിനെ, മനുഷ്യപുത്രനായ യേശുവിനെ, 100% മനുഷ്യനായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ഏത് മരണം? ശാരീരിക മരണമല്ല. ന്യായപ്രമാണ സംബന്ധമായി മരണാവസ്ഥയിലേക്ക് പോയ ആ യേശുവിൻ്റെ മരണാവസ്ഥയെ, ജഡത്തിൽ മരണത്തിലിരുന്ന അവസ്ഥയെ, ഭൗതികമല്ല, അത് ഭൗമതലത്തിലല്ല, ശരീരത്തിലല്ല, ജഡത്തിലാണ്. സോ ആ ജഡത്തിൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരുന്ന അവസ്ഥയെ അതിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ഉയർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആത്മാവ് വന്ന് കണക്റ്റ് ആകുമ്പോൾ മരണാവസ്ഥ മാറി ജീവൻ വരും, ആത്മാവിലെ ജീവൻ വരും. അങ്ങനെ ആത്മാവിൻ്റെ ജീവൻ കൊടുത്ത അവസ്ഥ, ആ ഒരു കാര്യത്തെയാണ് ഉയർപ്പെന്ന് പറയുന്നത്. സോ ആ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിലും വസിക്കും. അങ്ങനെ ആ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ഇനി അടുത്ത് നോക്കിയേ, ക്രിസ്തേശുവിനെ. അപ്പോൾ അവിടെ ആ അനോയിൻറ്റിങ് ലഭിച്ചിരിക്കുന്ന മനുഷ്യനെ, അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന അനോയിൻറ്റിങ്, ആ പൊസിഷൻ, അതിനകത്ത് കണക്റ്റായ ജീസസ് എന്ന് പറയുന്ന വ്യക്തി, ആ ദൈവപുരുഷനെ എന്ത് ചെയ്തു? മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ചവൻ എന്താണോ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫിൽ സംഭവിച്ചത്, അതേ കാര്യം നിങ്ങളിലും അദ്ദേഹം വസിച്ചുകൊണ്ട്
തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. സോ യേശുവിൽ എന്തായിരുന്നു ആ പ്രോസസ്? ജഡാവസ്ഥയിൽ നിന്ന് ജീവൻ്റെ അവസ്ഥയിലേക്ക് ആ ഉള്ളിൽ വസിച്ച ദൈവത്തിൻ്റെ ആത്മാവ് സംബന്ധമായി സാധിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും അതേ ആത്മാവ് ഉള്ളിൽ വസിക്കുമ്പോൾ ആ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയർപ്പിൻ്റെ ജീവൻ്റെ അവസ്ഥയിലേക്കുള്ളൊരു പരിണാമം, ഒരു ഉയർപ്പ്, ഒരു പരിവേഷം നമുക്കും ലഭ്യമാണ്. സോ ഇതാണ് ആത്മാവിൻ്റെ ജീവിതക്രമം. വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്താ പറയുന്നത്? ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് നമ്മൾ ജഡത്തിനല്ല കടക്കാരാകേണ്ടത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകും. അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കിന്നൊരു അവയർനെസ് വേണം. ആദം തെറ്റ് ചെയ്തു, അതുകൊണ്ട് എല്ലാവരും പാപികൾ എന്ന് പറയുന്ന ടീച്ചിങ് തെറ്റാണ്. അങ്ങനെ പഠിപ്പിച്ചു പോയതാണ്. ആദം തെറ്റ് ചെയ്തതുകൊണ്ടല്ല നമ്മളെല്ലാവരും പാപികളായത്, ഒരിക്കലുമല്ല. നമ്മൾ ഇന്ന് ജഡത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്, ആത്മാവില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കും ഈ ഒരു പ്രകൃതത്തിനകത്തേക്ക് ജീവിക്കേണ്ടി വന്നത്. ഞാൻ ഇന്നലെ മോഗ്ലിയുടെ കാര്യം പറഞ്ഞതുപോലെ. സോ നമുക്ക് വേണ്ടത് എന്താ? ആദമിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം ചെയ്തിട്ടാണ് നമ്മൾ പാപത്തിൽ കിടക്കുന്നതെന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ നമ്മൾ ഇന്നേ വരെ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ച് മരിക്കാം, ജീവനില്ലാതെ മരിക്കാം, ആത്മാവിൻ്റെ ജീവനില്ലാതെ മരിക്കാം. ഓപ്ഷൻ നമ്പർ 2, ദൈവത്തിൻ്റെ ആത്മാവ് ആക്ടിവേഷൻ സംഭവിച്ച് അതിനാൽ ജീവിപ്പിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാം. അവിടെ നമ്മുടെ സഹകരണമാണ് ആവശ്യം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മോഗ്ലിയെ ട്രെയിൻ ചെയ്ത് മാനുഷികമായ സമ്പ്രദായങ്ങളിൽ നടത്താനായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. മോഗ്ലി വില്ലിങ് ആകണം എന്ന് പറഞ്ഞതുപോലെ ആത്മാവിൽ നയിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് റെഡിയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമ്മിലേക്ക് ഉരുവാക്കുവാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. നമ്മൾ ഈ ജഡത്തിൻ്റെ പ്രകൃതത്തിൽ നിന്ന് ആത്മപ്രകൃതത്തിലേക്ക് നമ്മളൊന്ന് കൺവേർട്ടായി വരണം. അതാണ് ഈ ട്രെയിനിങ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഓക്കെ. സോ അങ്ങനെ ആത്മാവിനാൽ നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഫൈൻ. അപ്പോൾ ഇതാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം. ആത്മപ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയെ, ഒരു ജനറേഷനെ, അങ്ങനെയുള്ള വ്യക്തികളെ ഉരുവാക്കുകയും അവരെ അതിൽ നടക്കാനായിട്ട് ജീവിക്കാനായിട്ട് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ അന്തർയാമി എന്ന് പറയുന്ന ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ 22 ദിവസത്തെ വീഡിയോസിനകത്ത് സെറ്റ് ചെയ്ത് ഓൾറെഡി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ആകെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഒരു സൈറ്റിൻ്റെ പേര് പറയാം, ഞാനത് ചാറ്റിനകത്തും നമ്മുടെ ഗ്രൂപ്പിനകത്ത് വിടാം. എൻ്റെ പേരിലുള്ള സൈറ്റുണ്ട്, drmanojkg drmanojkg.com എൻ്റെ വെബ്സൈറ്റാണ്. അതിനകത്ത് അന്തർയാമി എന്ന് പറയുന്ന കോഴ്സുണ്ട്. വേറെയും കോഴ്സുകൾ കിടപ്പുണ്ട്. ബാക്കി കോഴ്സുകളെല്ലാം ഫ്രീ ആണ്. അന്തർയാമി മാത്രമേ ഉള്ളൂ അതിനകത്ത് പെയ്ഡായിട്ടുള്ളത്. മറ്റു കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. അത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചെയ്തുകൊണ്ടാൽ മതി. അന്തർയാമി എന്ന് പറയുന്ന കോഴ്സ് പെയ്ഡാണ്. ആ പേയ്മെൻറ്റ് നിങ്ങൾ അതിനകത്ത് കയറി പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്കത് ആക്ടിവേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ കോഴ്സിനകത്തേക്ക് കയറി പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് കയറി ആ കോഴ്സുകളെല്ലാം അതിനകത്ത് കിടക്കുന്ന വീഡിയോസ് മുഴുവൻ കാണാം. 3 കാറ്റഗറി അതിനകത്തുണ്ട്. ആദ്യത്തെ കാറ്റഗറിക്കകത്ത് ഈ സൺഷിപ്പും അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഈ ഒരു ആത്മപ്രമാണത്തിനകത്തുള്ള കാര്യങ്ങളും എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇതെങ്ങനെ എൻലൈറ്റ്മെൻറ്റ് കിട്ടും, ഇങ്ങനെയുള്ള ഒരു അനോയിൻറ്റിങ് എങ്ങനെ കിട്ടും, ആത്മാവിൻ്റെ നിറവ് എങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡെപ്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതൊരു ചെറിയ സെക്ഷനകത്ത് കുറച്ച് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുകൾ അതായത് ഈ 2 വീഡിയോസും ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ ഫയൽസ് അതിനകത്ത് കിടപ്പുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ 3 കാര്യങ്ങൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിനകത്തുണ്ട്. ഇനി ഈ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ അതിനകത്ത് കുറച്ച് കോസ്റ്റ് കൂടുതലായിട്ടേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ ഏകദേശം ഒരു 5 വർഷം അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്നുമല്ല, 5 വർഷം അന്വേഷിച്ച് നടന്നിട്ടാണ് എനിക്ക് ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ കാണാത്ത പാസ്റ്റർമാരില്ല, ഞാൻ പോകാത്ത ഡിനോമിനേഷനില്ല, ഞാൻ പങ്കെടുക്കാത്ത കൂട്ടായ്മകളില്ല. എല്ലാ കൂട്ടായ്മകൾക്കും ഓടി നടന്ന് ഞാൻ ഈ ഒരു അനോയിൻറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈവൻ ഇവിടെ നിന്ന് ഞാൻ ദുബായിൽ ഷാർജ വരെയൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടിയിട്ട്. സോ 5 വർഷം ഞാൻ വളരെ പെയിൻഫുള്ളായിട്ട്, വളരെ ദുഃഖത്തോടു കൂടെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. എങ്ങനെ എനിക്ക് ഈ ആത്മാഭിഷേകം കിട്ടും, എനിക്ക് ഈ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും, ഈ ഒരു ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ എങ്ങനെ എനിക്ക് ആക്ടിവേഷൻ സംഭവിക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. പല പാസ്റ്റർമാരും എന്നെ കബളിപ്പിച്ചിട്ടുണ്ട്, പല കൂട്ടായ്മകളും എനിക്ക് ഫാൾസ് ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്, പ്രോഫസികൾ തന്നിട്ടുണ്ട്. സോ മനം മടുത്ത അവസാനം ഇതൊക്കെ ഫോഷ്ക്കാണ്, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ വന്നതിന് ശേഷമാണ് ദൈവം എന്നെ ശരിയായ രീതിയിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വഴി നടത്തുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 10 വർഷത്തോളം ഞാൻ ആ ഒരു ആത്മപ്രമാണത്തിനകത്ത് ജീവിക്കുകയും അതിനകത്ത് ആ അനുഭവങ്ങൾ ഉണ്ടാകുകയും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഞാൻ ഈ ഒരു ആത്മാഭിഷേകം കൊടുത്തിട്ടുണ്ട് സോഫാർ. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറയുന്നത്, ഞാൻ 5 വർഷം പെയിൻഫുള്ളായിട്ട് ഞാൻ അന്വേഷിച്ച് അങ്ങനെ ദാഹത്തോടു കൂടെ നടന്ന് അത്രയും മൂല്യത്തോടെ കിട്ടിയ അഭിഷേകത്തെ ചില വ്യക്തികളിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവർ പൊടിയും തട്ടി ഇതിനെ ചവറിന്ന് എണ്ണിയുന്നത് പോലെ കൊണ്ട് ചവറ്റുകുട്ടയിൽ കളഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ലോകത്തിൻ്റെ ആശയങ്ങളിലേക്ക് പോകുന്നത് കാണുമ്പോൾ വളരെ ദുഃഖം തോന്നി. ഇന്നും ഞാൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അഭിഷേകം കൊടുത്തിട്ട് വിരലിലെണ്ണാവുന്ന കുറച്ച് പേര് മാത്രമേ ആ ഒരു അഭിഷേകത്തിൻ്റെ മൂല്യം കൊടുത്ത്, വാല്യൂ കൊടുത്ത് അതിനവരുടെ ലൈഫിനകത്ത് പ്രീഷ്യസ് ആയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ബ്രദർ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. ഈ 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നൊരു ബ്രദർ വരുന്നുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും. ഇപ്പോൾ ഷൈനി സിസ്റ്റർ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഞങ്ങൾ ഷൈനി സിസ്റ്റർ ഞാൻ ഫേസ് ടു ഫേസ് കണ്ടിട്ട് പോലുമില്ല. സോ ഞങ്ങളെല്ലാം ഫോൺ വഴിയായിട്ടാണ് ഈ കോൺവെർസേഷൻ എല്ലാം നടക്കുന്നത്. ഷൈനി ബ്രദർ വേണമെങ്കിൽ ഇതിൻ്റെ സെഷന് ശേഷം അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് തരും. സോ ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില വ്യക്തികൾ മാത്രമേ അഭിഷേകത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ഇന്നും ആ വാല്യൂ കൊടുത്ത് അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളൂ. സോ അവരുടെ ലൈഫിനകത്ത് കർത്താവ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ അവരുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ മറുവശത്ത് ഈ കർത്താവ് പറഞ്ഞതുപോലെ മാനസാന്തരത്തിൽ കൊണ്ടിട്ട് പ്രയോജനമില്ലാത്ത 99 എണ്ണം എന്ന് പറഞ്ഞതുപോലെ ഏകദേശം ഒരു 1000-ന് അടുപ്പിച്ച് ആൾക്കാർ അനോയിൻറ്റിങ് കിട്ടിയിട്ട് അതിനെക്കൊണ്ട് ചവിറ്റുകൊട്ടയിൽ ഇട്ടിട്ട്, അതാ കർത്താവ് പറഞ്ഞ വിലയുള്ള സാധനങ്ങളെ പന്നീരെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്, നായ്ക്കളുടെ മുമ്പിൽ കൊടുക്കരുത്. അവരതിനെ നശിക്കും, അതിനെ നശിപ്പിക്കും, അതിനെ ശരിക്കും വിലയില്ലാത്തത് കണ്ട് അതിനെ താറടിച്ച് കളയും. അത് കാണാൻ ഭയങ്കര വിഷമം. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോഴ്സിന് ഞാനൊരു അല്പം വില കൊടുത്തിട്ടേക്കുന്നത്. അപ്പം അന്വേഷണ മനോഭാവം ഉള്ളവർ വന്നിട്ട്, ബ്രദർ എനിക്കത്രയും അഫോർഡബിൾ അല്ല, എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഇത് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ദാഹത്തോടുകൂടി വാഞ്ചയോടുകൂടി വരുന്നവർക്ക് മാത്രമേ നമുക്കതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി വന്നിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തരാനും എനിക്ക് മടിയൊന്നുമില്ല. കാരണം അത് കർത്താവ് അങ്ങനെയാണല്ലോ പറഞ്ഞത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭയങ്കര മൂല്യമുള്ളൊരു നിധിയാണ്. അത് വയലിൻ്റെ അടിയിൽ കുഴിച്ചിട്ടയ്ക്കുവാണ്. സോ ആ വയൽ കണ്ടെത്തി, ആ നിധി കണ്ടെത്തിയവൻ ആ വയൽ വില കൊടുത്ത് മേടിക്കും. തനിക്കുള്ളതെല്ലാം വിറ്റിട്ടാണെങ്കിൽ അവൻ ആ നിധി കിട്ടാൻ വേണ്ടിയിട്ട് ആ വയൽ മേടിക്കുമ്പോൾ അവൻ വയലിനല്ല പ്രാധാന്യം കൊടുക്കുന്ന ആ നിധിക്കാണ്. ആ നിധി എന്ന് പറയുന്നതാണ് ദൈവരാജ്യം. എന്ന് പറഞ്ഞതുപോലെ ഈ ആത്മാഭിഷേകത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൾച്ചറിനെക്കുറിച്ചും ആത്മാഭിഷേകത്തിൻ്റെ ആ ജീവിത ശൈലികളെക്കുറിച്ചൊക്കെ എനിക്ക് വേണം, അതെനിക്ക് അറിയണം, അതെനിക്ക് എൻ്റെ ജീവിതത്തിനകത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം, അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫ് എന്നിൽ വേണമെന്നൊക്കെ ത്വരയുള്ള വ്യക്തികൾ വന്നാൽ മതി, അല്ലാത്തവർ വരണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കോഴ്സ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ആ കോഴ്സ് ഞാൻ അതിൻ്റെ സൈറ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇതിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇടാം. താല്പര്യമുള്ളവർ മാത്രം, ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം അതിനെ അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ അഫോർഡബിലിറ്റി എന്താണെന്ന് പറയുക, അതനുസരിച്ച് ഞാൻ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തു തരും. ഓക്കെ.